ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീപ്ലേസ്മെൻ്റ് ആണ്. റീപ്ലേസ്മെൻറ്റ് മീൻസ് പിന്നെ ഒരു ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാൾ പോകുന്നു, പകരം മറ്റൊരാൾ വരുന്നു, ആ വന്ന ആളിൻ്റെ വയസ്സ് എത്ര? ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിലൂടെ തന്നെ നമുക്ക് ഈ കണക്കും ചെയ്യാൻ സാധിക്കും. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമുക്ക് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 5 പേരിൽ നിന്നും 60 kg ഭാരമുള്ള ഒരാൾ പോയി വേറൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരം 3 kg കൂടിയാൽ വന്ന ആളിൻ്റെ ഭാരം എത്ര? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 5 പേരാണുള്ളത്. 5 പേര്, 5 പേരുടെ ശരാശരി ഭാരം നമുക്ക് തന്നിട്ടില്ല. 5 പേരുടെ ശരാശരി ഭാരം നമുക്ക് തന്നിട്ടില്ല. 5 പേരിൽ നിന്ന് ഒരാൾ പോയിട്ട് പകരം വേറൊരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടുമില്ല. മനസ്സിലാണല്ലോ, 5 പേരുണ്ട്, അതിൽ നിന്ന് ഒരാൾ പോയിട്ട് പകരം വേറൊരാൾ വരുമ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല. നേരത്തെ നമുക്ക് എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പുതുതായിട്ട് ഒരാൾ വന്നു, പോയിട്ട് മറ്റൊരാൾ വന്നു. അങ്ങനെയാണെങ്കിൽ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ ആ ശരാശരി നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ ശരാശരി, ഇത് രണ്ടാമത്തെ ശരാശരി. ഇവിടെ നമുക്ക് ശരാശരി തന്നിട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് 0 ആണ്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലേ? ഇവിടെ വ്യത്യാസം 0 ആണ്, അപ്പോൾ നമുക്ക് അത് ഗുണിക്കേണ്ടി വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുണനം നമുക്ക് അവിടെ ഒഴിവായി കിട്ടും. എന്തുകൊണ്ട്? ഇവിടെ ആളുകളുടെ എണ്ണം സെയിം ആണ്, ഇവിടെ ആളുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ഇതും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇവിടെ ആവറേജിന്റെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുമ്പോൾ ശരാശരി 3 കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരാശരി 3 കൂടി. അപ്പോൾ ഇവിടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്, ആവറേജിന്റെ വ്യത്യാസം നമുക്ക് ശരാശരി 3 കൂടും എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമുക്ക് അങ്ങനെ ഓക്കെ ഇത്തരം ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുമ്പോൾ ശരാശരി ഇവിടെ 3 കൂടുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെ എണ്ണത്തിൻ്റെ വ്യത്യാസം 0 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ പോയ ആളിൻ്റെ ഭാരം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 kg ഭാരമുള്ള ഒരാളാണ് പോയത്. ഓക്കെ ആണല്ലോ, ഇതിനോടാണ് നമുക്ക് ഈ ഒരു സംഭവം കൂട്ടേണ്ടത്. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യേണ്ടത് എണ്ണത്തിൻ്റെ വ്യത്യാസം ഇതുമാണ് ഗുണിക്കേണ്ടത്. പക്ഷെ ഇവിടെ എണ്ണം 0 ആണ്, എണ്ണത്തിൻ്റെ വ്യത്യാസം 0 ആണ്. അതുകൊണ്ട് പോയ ആളിൻ്റെ ഭാരമാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. മനസ്സിലാണല്ലോ? ഓക്കെ, ഇനി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് കൊടുക്കണം, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ബാക്കിയെല്ലാം സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ക്ലിയർ അല്ലേ? ഇത് തമ്മിൽ ഗുണിക്കണം. 3 × 5 15. അപ്പോൾ 60ഉം 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ 75 kg ആണ് ഇയാൾക്ക് പകരം, ഈ 60 kg ഉള്ള ആ പോയ വ്യക്തിക്ക് പകരം വന്ന ആളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75 kg ആണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ക്ലിയർ ആയെന്നെങ്കിൽ നമുക്കൊരു ഉദാഹരണം കൂടി ചെയ്തു നോക്കാം. വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റൊരു ഉദാഹരണം കൂടി ചെയ്തു നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലാസ്സിലെ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണെന്ന് തന്നിട്ടില്ല. അതിൽ നിന്ന് ഒരു കുട്ടി പോയിട്ട് പകരം വേറൊരു കുട്ടി വന്നാലും എണ്ണം 20 തന്നെയാണ്. അങ്ങനെ ആ പുതുതായിട്ട് വന്ന കുട്ടികളുടെ ഒരു കുട്ടി വന്നിട്ടും ആ ഒരു കുട്ടികളുടെ ശരാശരി നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ശരാശരി തന്നിട്ടില്ലെങ്കിൽ എഴുതണ്ട. ഓക്കെ, നമുക്ക് ആ ഓർഡർ അതുപോലെ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതുപോലെ എഴുതി വെച്ചൊന്ന് മാത്രം. ഓക്കെ ആണല്ലോ? ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ക്ലാസ്സിലെ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി അല്ലേ? അപ്പം ശരാശരിയുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്, 1 കിലോഗ്രാമിൻ്റെ കുറവ്. അപ്പം -1 kg ആണ് നമുക്കിവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എണ്ണത്തിൻ്റെ വ്യത്യാസം 0 ആണ്, അതുകൊണ്ട് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല.
പാടില്ല, പകരം പോയ ആളിൻ്റെ വെയിറ്റിനോടൊപ്പം കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ പോയ ആളുടെ വെയിറ്റ് എത്രയാണ്? 50 kg ആണ്. അപ്പോൾ അതേ പ്ലസ് എഴുതിയാൽ മതി. കാര്യം അവിടെ എന്താ, എണ്ണത്തിൻ്റെ വ്യത്യാസം നമുക്കിവിടെ 0 ആണ്. അതുകൊണ്ട് ഈ ഒരു ഗുണിതം നമുക്ക് ഒഴിവാക്കാം. പകരം പോയ ആളിൻ്റെ വെയിറ്റ് പ്ലസ് അല്ലേ. എന്താണ് പ്ലസ് ചെയ്യേണ്ടത്? ഇവിടെ പ്ലസ് ആണോ? അല്ല, ഈ ചിഹ്നമാണ് ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ടത് മൈനസ് എന്നാണ്. ഇനി ഈ 1 kg ആദ്യത്തെ എണ്ണവും തമ്മിൽ ഗുണിക്കണം. 1ഉം 20ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 20 kg അല്ലേ. അപ്പോൾ 50 kg നിന്ന് 20 kg പോയി കഴിഞ്ഞാൽ 30 kg എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 30 kg. സിമ്പിൾ അല്ലേ. ഓക്കെ, എല്ലാ കണക്കും നമുക്ക് ഒരേ രീതിയിലൂടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ. നമുക്ക് കൂടുതൽ കണക്കുകൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 150 മാർക്കുള്ള ഒരു കുട്ടി പോയി, പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 4 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ മാർക്ക് എത്ര? ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 5 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 120 മാർക്കുള്ള ഒരു കുട്ടി പോയി, പകരം മറ്റൊരു കുട്ടി വന്നു അല്ലേ. അപ്പോൾ ഈ 5 കുട്ടികളുടെ ശരാശരി നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഒരു കുട്ടി പോയിട്ട് പകരം ഒരു കുട്ടി വന്നപ്പോൾ വീണ്ടും എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അവരുടെ ശരാശരിയും നമുക്ക് തരുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് സാധാരണ എണ്ണത്തിൻ്റെ വ്യത്യാസം ഇവിടെ എഴുതണം. ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം വരുന്നില്ല. പിന്നെ ശരാശരിയുടെ വ്യത്യാസം എഴുതണം. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിവിടെ എന്താണ് എഴുതിയാൽ മതി. അത് കുറയാണെങ്കിൽ മൈനസ് ചേർത്തിട്ട് എഴുതി വെക്കണം. ശരാശരി കൂടിയാണ് ചെയ്തെങ്കിൽ പ്ലസ് ചേർത്തിട്ട് എഴുതി വെക്കണം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 5 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 120, ഇവിടെ മാർക്കാണ്, സോറി അല്ലേ, മാർക്കാണ്, 120 മാർക്കുള്ള ഒരു കുട്ടി പോയി, പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 4 കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ശരാശരിയുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. 4 കുറഞ്ഞതായതുകൊണ്ട് നമ്മൾ മൈനസ് ചേർത്തു. ക്ലിയർ ആയെന്ന് എനിക്ക്? ഓക്കെ. നമ്മൾ സാധാരണ ഈ എണ്ണത്തിൻ്റെ വ്യത്യാസവും ഈ ആവറേജും ഗുണിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ എണ്ണം സെയിം ആയതുകൊണ്ട് എണ്ണത്തിൻ്റെ വ്യത്യാസം 0 വരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒഴിവാക്കിയ മാർക്ക് ആണ് ഇവിടെ കൂട്ടാൻ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ 120 മാർക്കുള്ള ഒരു കുട്ടി പോയി. അപ്പോൾ ആ 120 മാർക്കാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഇവിടുത്തെ ചിഹ്നമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ഈ 4ഉം 5ഉം പരസ്പരം ഗുണിക്കണം. അപ്പോൾ 4ഉം 5ഉം ഗുണിച്ചാൽ 20. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 120 നിന്ന് 20 കുറച്ചാൽ 100 മാർക്ക് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? നമുക്ക് എന്താണ് കാണേണ്ടത്? പുതിയ കുട്ടിയുടെ മാർക്ക് എത്ര എന്നാണ് ചോദ്യം. പുതിയ കുട്ടിയുടെ മാർക്ക് 100 മാർക്ക് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ അല്ലേ. 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരു കുട്ടി പോയി, പകരം പുതിയ ഒരു കുട്ടി വന്നപ്പോൾ ശരാശരി 200 ഗ്രാം കൂടി, എങ്കിൽ പുതിയ കുട്ടിയുടെ തൂക്കം എത്ര? ഓക്കെ, അപ്പോൾ ഇവിടെ 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിന്നും 25 kg തൂക്കമുള്ള ഒരു കുട്ടി പോയി. ഇവിടെ നമുക്ക് ശരാശരി തന്നിട്ടില്ല അല്ലേ. 30 കുട്ടികളുടെ ശരാശരി എത്രയും നമുക്ക് തന്നിട്ടില്ല. ഇനി ഒരു കുട്ടി പോയിട്ട് പകരം വേറൊരു കുട്ടി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും എണ്ണം 30 തന്നെയാണ്. എണ്ണത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. രണ്ടാമത്തെ ശരാശരി നമുക്ക് തരുന്നില്ല. ശരാശരി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഓർഡർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, നേരത്തെ ചെയ്ത അതേ സിസ്റ്റത്തിൽ തന്നെ ഇത് ചെയ്യാം എന്നറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എണ്ണത്തിൻ്റെ വ്യത്യാസം ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ. 0 ആയതുകൊണ്ട് 0 ഇതും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിട്ട് തന്നെ പോകും. അതുകൊണ്ട് അത് എടുക്കണ്ട. ശരാശരിയുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിന്നും 25 കിലോഗ്രാം തൂക്കമുള്ള ഒരു കുട്ടി പോയി, പകരം പുതിയൊരു കുട്ടി വന്നപ്പോൾ ശരാശരി 200 ഗ്രാം ആണ് കൂടിയത്. 200 ഗ്രാം ആണ് കൂടിയത്. ഓക്കെ, 200 ഗ്രാം കൂടി. ഓക്കെ അല്ലേ. യെസ്, 200 ഗ്രാം കൂടി, എങ്കിൽ പുതിയ കുട്ടിയുടെ തൂക്കം എത്ര? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ എണ്ണത്തിൻ്റെ വ്യത്യാസം 0 ആയതുകൊണ്ട് നമ്മളിവിടെ ആദ്യം എടുക്കേണ്ട സംഖ്യ ആ പോയ കുട്ടിയുടെ ഭാരം എടുക്കാം. ഇവിടെ പോയ കുട്ടി എന്ന് പറയുന്നത് 25 kg ഭാരമുള്ള ഒരു കുട്ടി പോയത്.
25 kg ഭാരമുള്ള ഒരു കുട്ടിയാണ് പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ സംഖ്യയുടെ അല്ലേ എണ്ണത്തിൻ്റെ വ്യത്യാസം 0 ആയതുകൊണ്ട് അത് എടുത്തില്ല, പക്ഷേ പകരം നമ്മൾ പോയ കുട്ടിയുടെ വെയിറ്റ് ആണ് എടുക്കുന്നത്. ഇനി ഇവിടെ പ്ലസ് ആണ്, ആ പ്ലസ് എഴുതി. ഇനി 200 ഗ്രാമും 30ഉം നമ്മൾ ഗുണിക്കാൻ പോവാണ് അല്ലേ, ഇതിങ്ങനെയല്ലേ ഗുണിക്കേണ്ടത്. അപ്പോൾ 200 ഗ്രാമും 30ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 23 6000 ഗ്രാം എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇത് 25 kg ആണ്, ഇത് ഗ്രാം ആണ്. അപ്പോൾ ഗ്രാമിനെ നമുക്ക് കെ ജിയിലേക്ക് മാറ്റണം അല്ലെ. ഗ്രാമിനെ കെ ജിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി, ശരിയല്ലേ? അതായത് ഗ്രാമിനെ 1000 കൊണ്ട് ഹരിച്ച കെ ജി ആയിട്ട് കിട്ടും അല്ലേ. അപ്പം കെ ജിയിലേക്ക് മാറ്റാൻ 3 സ്ഥാനം എടുത്തോട്ട് മാറ്റി, അപ്പോൾ 6 kg എന്ന് കിട്ടും. അപ്പോൾ 25 kg പ്ലസ് 6 kg അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും, 31 kg. ഓക്കെ അല്ലേ. അപ്പോൾ ആ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഭാരം എന്ന് പറയുന്നത് 31 kg ആണ്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിനിങ് പ്രോബ്ലം ആവട്ടെ, ലീവിങ് പ്രോബ്ലം ആവട്ടെ, ഇപ്പം നമ്മൾ പഠിച്ച പിന്നെ എന്താ നമ്മൾ പറഞ്ഞത് റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലം ആവട്ടെ, ഇനി അതുപോലെ തന്നെ ബോളിംഗ് ആവറേജ് ആവട്ടെ, ബാറ്റിംഗ് ആവറേജ് ആവട്ടെ, എല്ലാം നമുക്ക് ഈ ഒരൊറ്റ രീതിയിലൂടെ ചെയ്യാൻ പറ്റും. എന്നാൽ ബോളിംഗ് ആവറേജ് നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദ്യം വരാറില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ബാറ്റിംഗ് ആവറേജിനെ കുറിച്ച് അതിൻ്റെ അത്തരം ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബാറ്റിംഗ് ആവറേജിനെ കുറിച്ച് പരിചയപ്പെടാം.